നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായ തിരക്കുകൾ എത്രയെന്ന് നമുക്കറിയാം. ഓരോ ദിവസവും അദ്ദേഹത്തിന് തിരക്കിട്ട പരിപാടികളാണ്. വിദേശയാത്രകളും ഇന്ത്യക്കകത്തുള്ള യാത്രകളുമെല്ലാം ഈ പരിപാടികളിൽ പെടുന്നുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം കിലോമീറ്ററുകളോളം യാത്ര ചെയ്താണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ദില്ലിയിൽ യാത്രകളൊന്നുമില്ലാത്ത ദിവസം ഔദ്യോഗികമായ ഒട്ടനവധി കൂടിക്കാഴ്ചകളും മീറ്റിങ്ങുകളുമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ ഒരു സ്ഥലത്ത് ഏതാണ്ട് 3/4 മണിക്കൂറോളം വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സംഭവമായിരിക്കും അത്. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദില്ലി വിമാനത്താവളത്തിൽ ഏതാണ്ട് 45 മിനിറ്റോളം വെറുതെ ഇരുന്നു എന്ന് പറയാമെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പിന് ഒരു വലിയ അർത്ഥമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദമാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ്. മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളുടെ ആധിക്യം, ഈ പരിശീലന കേന്ദ്രങ്ങൾ തമ്മിലുള്ള മത്സരം, ഇതെല്ലാം പലപ്പോഴും പരീക്ഷാ ക്രമക്കേടുകളിലേക്ക് നയിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരീക്ഷാ ക്രമക്കേടാണ് ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീറ്റ് പോലെയുള്ള പരീക്ഷകളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യപേപ്പർ നേരത്തെ ഈ പറയുന്ന മാഫിയ സംഘം ചോർത്തിയെടുക്കുന്നത്. അതിനുശേഷം അവർ അവരവരുടെ സ്ഥാപനങ്ങൾ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. അങ്ങനെ അവർ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നു. ഈ മികച്ച റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത 4-5 വർഷത്തേക്കുള്ള അവരുടെ ഒരു പരസ്യത്തിൻ്റെ മൂലധനമൊക്കെയാണ്. പണം ഈ കൊയ്തു വാരാനുള്ള ഒരു വലിയ അവസരമാണത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങൾ ഒരു നിത്യസംഭവമാക്കിയിട്ട് കാലങ്ങൾ കുറേയായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ വിവിധ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളെ അടക്കം തള്ളിപ്പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടെലഗ്രാം ആപ്പ് ഇന്ത്യയിൽ താൽക്കാലികമായി നിരോധിച്ചത്. ടെലഗ്രാം ആപ്പ് നിരോധിക്കാനുള്ള കാരണം ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്ന മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ആപ്പിനെയാണ് എന്നുള്ളതാണ്. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ വ്യാപകമായി അതിവേഗത്തിൽ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അവതാളത്തിലാക്കുന്ന ഒരു ഇടപാടിനാണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ആപ്പുകളുമെല്ലാം കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ആപ്പിനെ താൽക്കാലികമായിട്ടെങ്കിലും നിരോധിക്കേണ്ടി വന്നു നമ്മുടെ രാജ്യത്തിന്. പക്ഷേ ടെലഗ്രാമിൻ്റെ CEO ഇതിനെ അതിനിശിതമായിട്ടാണ് വിമർശിച്ചത്. ഈ ചോദ്യപേപ്പർ സുരക്ഷ അതൊരുക്കാൻ കഴിയാത്തതിന് ഞങ്ങളെന്ത് പിഴച്ചു എന്ന ഒരു വിമർശനം, അതിരൂക്ഷമായ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് ടെലഗ്രാമിന് തന്നെ വിലയായി മാറുകയാണ് ചെയ്തത്. ടെലഗ്രാം അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ തങ്ങൾക്ക് മേലുള്ള ഈ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകി. ആ ഹർജിക്കെതിരെ അതിശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഈ ടെലഗ്രാം ആപ്പിനെതിരെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളടക്കം കോടതിയിലെത്തി. അതായത് ഈ തീവ്രവാദ പ്രവർത്തനം മുതൽ, ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർത്തിയെടുക്കുന്നത് മുതൽ, സിനിമയുടെ ഈ പുതുപുത്തൻ സിനിമകൾ നിയമവിരുദ്ധമായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് മുതൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം വരെ, ഭീകരവാദ പ്രവർത്തനം വരെ ഈ ടെലഗ്രാം ആപ്പുകൾ വഴി നടക്കുന്നുണ്ട് എന്ന അതിനിശ്ചിതമായ തെളിവുകളടക്കമുള്ള കാര്യങ്ങളാണ്, വിവരങ്ങളാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം. ഇത് ടെലഗ്രാമിന് വലിയൊരു അടിയായി മാറി. ടെലഗ്രാം CEO ഈ ഇന്ത്യൻ സർക്കാരിനെ വിമർശിച്ചത് തെറ്റായിപ്പോയി എന്നൊരു പരിധിവരെ അവർക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം. ആ തരത്തിൽ ടെലഗ്രാമിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങളും തെളിവുകളും കേന്ദ്ര സർക്കാർ കോടതിയിൽ ഹാജരാക്കി. അതിനെ തുടർന്ന് ദില്ലി ഹൈക്കോടതി ടെലഗ്രാമിന് തിരിച്ചടിയാകുന്ന ഒരു വിധിയാണ് പ്രഖ്യാപിച്ചത്. കള്ളന്മാർക്ക് കുടപിടിക്കുന്ന ഒരു ആപ്പ് ഇവിടെ എന്തിനാണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, ഇത് ചെറിയൊരു നടപടി മാത്രമല്ലേ, കേന്ദ്ര സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ നിയമം അധികാരം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെലഗ്രാമിൻ്റെ ഹർജിയെ ഹൈക്കോടതി തള്ളിയത്. ഇങ്ങനെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്ന സാഹചര്യം, നീറ്റ് പരീക്ഷ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ പിന്നീട് ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മാനസിക സമ്മർദ്ദം വലുതല്ല. ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന്
വീണ്ടും നീറ്റ് പരീക്ഷയ്ക്കായി ഇന്ത്യ ഒട്ടുക്കും വിദ്യാർത്ഥികൾ എത്തുന്നത്. വിദ്യാർത്ഥികളുടെ ഏതാണ്ട് മാസങ്ങൾ ഉള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലം, ആ അധ്വാനത്തിൻ്റെ ഫലം ഒരിക്കൽ അവർ അത് വിനിയോഗിച്ചു, പക്ഷേ അത് അവർക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടായി മാറിയില്ല. ഏതാനും ചില ആളുകൾ കാണിച്ച ചില ക്രമക്കേടുകൾ കാരണം മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവി നശിക്കുന്ന രീതിയിൽ ആ പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നു. ഒന്നുകൂടി പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന മാനസികമായ ഭാരം അത് ചെറുതായിരിക്കില്ല. ആ ഭാരം സഹിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പറയുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിന് കാത്തിരുന്നു എന്നതിലേക്ക് വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കൊൽക്കത്തയിലായിരുന്നു പരിപാടികൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ജന്മനാട്ടിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം കൊൽക്കത്തയിലെത്തി. കൊൽക്കത്തയിലായിരുന്നു ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി നിശ്ചയിച്ചിരുന്നത്. ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് 1:15 ദില്ലി വിമാനത്താവളത്തിൽ തിരികെ പ്രധാനമന്ത്രി വിമാനം ഇറങ്ങിയത്. അപ്പോഴേക്കും പരീക്ഷയ്ക്ക് വളരെയധികം തത്രപ്പാടിൽ വീടുകളിൽ നിന്നും പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ നെട്ടോട്ടമോടുന്ന സമയമായിരുന്നു. റോഡിലുണ്ടാകുന്ന ഒരു ചെറിയ ബ്ലോക്ക് പോലും ഈ കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകിടം മറിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോകുമായിരുന്നു. പരീക്ഷയ്ക്ക് വൈകിയെത്തിയാൽ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് മുമ്പ് ഒട്ടനവധി സുരക്ഷാ പരിശോധനകൾക്ക് വിദ്യാർത്ഥികൾ ഹാജരാകേണ്ടതുണ്ട്. അവർക്ക് പ്രത്യേകം പ്രോട്ടോകോൾ, ഡ്രസ് കോഡ് ഇതടക്കം നിശ്ചയിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ കയറ്റുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളുണ്ട്. ആ പരിശോധനകൾക്കൊക്കെ കൃത്യസമയത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കുട്ടി വരേണ്ടത് അത്യാവശ്യമാണ്. ഈ 1:15 എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് നെട്ടോട്ടമോടുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി അദ്ദേഹത്തിന് പോകേണ്ട അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയാൽ ഇത്രയും ദൂരം റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കും. ഒരു വിദ്യാർത്ഥിക്കെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനാണ് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ 45 മിനിറ്റോളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വിമാനത്താവളത്തിൽ വെറുതെ കാത്തിരുന്നത്. വിദ്യാർത്ഥികളെല്ലാം പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി പരീക്ഷ ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഏതാണ്ട് ഒരു 2:15-2:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സത്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിന് പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാത്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാർക്ക് വേണ്ടി, ഇതിനോടകം തന്നെ ഒരു ചാൻസ് നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇതിനോടകം തന്നെ മാനസികമായി ചെറിയ പ്രശ്നങ്ങൾ, ഈ ഒരു പരീക്ഷ മാറ്റിവെച്ചതുമായി ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, ആ ഭാരം അതെല്ലാം പേറി വീണ്ടും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വീണ്ടും 1 മണിക്കൂർ കൂടി ദില്ലി വിമാനത്താവളത്തിൽ കാത്തിരുന്നു. വിദ്യാർത്ഥികൾ മുഴുവൻ പരീക്ഷയ്ക്ക് കയറിയതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയത്. ഇത് തീർച്ചയായും വലിയൊരു മാതൃകയാണ് ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രവർത്തനം കണ്ട് കൈയടിക്കുകയാണ്. വിദ്യാർത്ഥികൾ മുഴുവൻ പ്രധാനമന്ത്രിക്ക് ആദരവ് നൽകുകയാണ്. കാരണം തങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി 1 മണിക്കൂറോളം മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഔദ്യോഗികമായ കൃത്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനായി റോഡിലിറങ്ങാതെ വിമാനത്താവളത്തിൽ കാത്തിരുന്നു.